നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. കൃഷ്ണപാർത്ഥൗ ജിഘാംസന്ത പ്രദേയൂർ വിവിധായുധാഃ. കൃഷ്ണനെയും അർജുനനെയും കൊല്ലാനുള്ളതായ ഇച്ഛയോടുകൂടിയിട്ട് ഇന്ദ്രനോടൊപ്പം അവരുടെ നേരെ പാഞ്ഞ് ചെന്ന് ആക്രമണം ആരംഭിച്ചു. അത് തുടങ്ങുമ്പോഴേക്കും എല്ലാവരെയും അത്ഭുത പരതന്ത്രരാക്കിക്കൊണ്ട് ഭയങ്കരമായ ദുർനിമിത്തങ്ങൾ അവിടെ കണ്ടു തുടങ്ങി. യുഗം അവസാനിക്കുന്നത് പോലെ ഓരോ യുഗവും അവസാനിച്ചിട്ട് അടുത്ത യുഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ യുഗം അവസാനിക്കാൻ വേണ്ടിയിട്ട് പ്രളയമുണ്ടാകും. അതേ പ്രകാരത്തിലുള്ള ചില ചലനങ്ങൾ പ്രകൃതിയിൽ കാണപ്പെട്ടു. യുഗം അവസാനിക്കുകയാണ് എന്നവർക്ക് തോന്നി. ദുർനിമിത്തങ്ങൾ കണ്ടു. ഇങ്ങനെ ആ ദുർനിമിത്തങ്ങൾ എമ്പാടും പ്രകടമാകവേ ഈ ദേവന്മാരെല്ലാം അസുരന്മാരോടൊപ്പം തങ്ങളെ ആക്രമിക്കാൻ പാഞ്ഞു വരുന്നത് കണ്ടിട്ട് അഭീതൗ യുധി ദുർധർഷൗ തസ്തതു സജ്ജകാർമുകൗ. അവർ രണ്ടുപേരും തെല്ലും കുലുങ്ങിയില്ല, തെല്ലും ഭയന്നില്ല. അവരെ എല്ലാവരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തുവാനുള്ള ഉത്സാഹത്തോടു കൂടിയിട്ട് ആയുധമുയർത്തി, വില്ലുയർത്തി, ചക്രായുധമുയർത്തി ആ രണ്ടുപേരും ആരാലും പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്തവരായിട്ടുള്ള ആ രണ്ടുപേരും കൃഷ്ണനും അർജുനനും ആ പടക്കളത്തിൽ സകല പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ട് ഈ ദേവന്മാരുടെ നേരെയും അസുര സംഘങ്ങളുടെ നേരെയും എല്ലാം ശരജാലങ്ങൾ ഒഴിച്ചുകൊണ്ടും ചക്രായുധം എറിഞ്ഞുകൊണ്ടും അവരെയെല്ലാം തടഞ്ഞ് അവരെയെല്ലാം സംഹരിച്ച് അസുരന്മാരെയെല്ലാം സംഹരിക്കാണ്, നിലത്ത് വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ നിവൃത്തിയില്ല എന്ന് കണ്ടിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ട് തഥാ ഉത്പാട്യ പാണിഭ്യാം മന്ദര ശിഖരം മഹത്. മന്ദരപർവ്വതത്തിൽ നിന്നിട്ട് ഒരു വലുതായിട്ടുള്ള അതിൻ്റെ ഒരു ശിഖരത്തെ, ഒരു ശാഖയെ ഒടിച്ചെടുത്തു തന്റെ കരങ്ങൾ കൊണ്ട്. എന്നിട്ട് പാണ്ഡുനന്ദനന്റെ നേരെ, അർജുനന്റെ നേരെ അദ്ദേഹം അത് വലിച്ചെറിഞ്ഞു. ഇന്ദ്രൻ എറിയുന്ന മന്ദരപർവ്വതത്തിന്റെ ആ വലിയ ശിഖരം അർജുനൻ ദൂരെ വെച്ച് തന്നെ കണ്ടു. കണ്ടിട്ട് തതോർജുനോ വേഗവദ്ഭിർ ജ്വലിതാഗ്രൈർ അജിഹ്മഗൈഹി ശരൈർ വിധ്വംസയാമാസ. തന്റെ അവനാഴിയിലിരിക്കുന്നതായ ശരങ്ങളെടുത്ത് വില്ലിൽ തൊടുത്ത് ആ അമ്പുകൾ കൊണ്ട് ഈ പർവ്വതത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു. ആകാശത്ത് വെച്ച് തന്നെ വളരെ വേഗതയുള്ളതായ ശരങ്ങൾ, ജ്വലിക്കുന്നതായ ശരങ്ങൾ, അത്യധികം മൂർച്ചയേറിയതായ അഗ്രത്തോടുകൂടിയതായ ശരങ്ങൾ, നേരെ പാഞ്ഞു ചെല്ലുന്ന ശരങ്ങൾ. ഒരിക്കലും അതിൻ്റെ വഴി തെന്നിപ്പോവില്ല. അങ്ങനെ നേരിട്ട് കൃത്യമായി പാഞ്ഞു ചെല്ലുന്നതായ ശരങ്ങൾ, ലക്ഷ്യം തെറ്റാത്തതായ ശരങ്ങൾ. അതുകൊണ്ട് ഗിരേശൃംഗം സഹസ്രഥ, ആ ഗിരിയുടെ, ആ പർവ്വതത്തിന്റെ ആ ശിഖരത്തെ, ഇന്ദ്രനെറിഞ്ഞ ശിഖരത്തെ ആയിരക്കണക്കിന് കഷണങ്ങളായി നുറുക്കിയിട്ടു. ഇന്ദ്രന്റെ ആ പരിശ്രമവും വിഫലമായി തീർന്നു. ഇങ്ങനെ ആ പർവ്വതം പല കഷണങ്ങളായി നുറുങ്ങി വീഴുന്നത് ഈ ഖാണ്ഡവ വനത്തിലാണ്. അങ്ങനെ അത് വീഴുമ്പോഴേക്കും ആ വനം മുഴുവൻ ആകെ വിഹുലമായി തീർന്നു, ഇളകിമറിഞ്ഞു. അവിടെയുള്ള ജീവജാലങ്ങൾ ആകെ ഭയന്നു എന്ന് മാത്രമല്ല അസുരാദികളും ആകെ ഭയന്നു.
ആ അവസരത്തിൽ കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചക്രം വ്യസൃജത് അത്യുഗ്രം തേഷാം നാശായ കേശവ. തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്ന ആ അസുരന്മാരെ മുഴുവൻ സംഹരിക്കാൻ വേണ്ടിയിട്ട് തന്റെ ചക്രത്തെ അവരുടെ നേരെ പ്രയോഗിച്ചു. അങ്ങനെ ആ അസുരന്മാരെല്ലാവരും കൃഷ്ണന്റെ ചക്രം കൊണ്ട് പിളർന്ന് നിലത്ത് വീണു. പിശാചാൻ പക്ഷിണോ നാഗാൻ പശുംശ്ചൈവ സഹസ്രശ. പിശാചന്മാര്, വലിയ വലിയ പക്ഷികള്, അതേപോലെ തന്നെ പാമ്പുകള്, അതേപോലെ മൃഗങ്ങള്, ഇവരെല്ലാം കൃഷ്ണന്റെ ചക്രമേറ്റ് നിലത്ത് വീഴുന്നു. ആ സമയത്തുള്ളതായ കൃഷ്ണന്റെ ആ ആയുധപ്രയോഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ക്ഷിപ്തം ക്ഷിപ്തം പുനശ്ചക്രം കൃഷ്ണസ്യ അമിത്രഘാതിന. ശത്രുക്കളെല്ലാം സംഹരിക്കുന്നവനായ കൃഷ്ണൻ ആ ചക്രായുധത്തെ വീണ്ടും 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 മുന്നോട്ടെറിയുമ്പോഴേക്കും ആ ചക്രായുധം ഏത് ലക്ഷ്യത്തിലേക്കാണോ എറിഞ്ഞത് അവിടെ ചെന്നിട്ട് ചിത്വ അനേകാനി സത്വാനി, അനേകം 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 ശത്രു സൈനിക നിരകളെ, സത്വങ്ങളെ, മൃഗങ്ങളെ എല്ലാറ്റിനെയും അരിഞ്ഞു തള്ളിയിട്ട് പാണിമേതി പുനഃ പുനഃ വീണ്ടും വീണ്ടും കൃഷ്ണന്റെ കയ്യിൽ തന്നെ മടങ്ങിയെത്തുന്നു. ഇത് ആ നിൽക്കുന്ന കൃഷ്ണൻ ഈശ്വരൻ തന്നെയാണ് എന്നതിന്റെ ഒരു പ്രകടമായ സൂചനയാണ്. സാധാരണ നാം ഒരു ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിലേക്ക് പോകും. അവിടെ ചെന്ന് ലക്ഷ്യം നേടുകയോ അല്ലെങ്കിൽ നേടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ചിലപ്പോൾ മാർഗമധ്യത്തിൽ വെച്ചിട്ട് വേറൊരു അസ്ത്രത്താൽ അത് തകർത്തെറിയപ്പെട്ടു എന്നും വരാം. നമുക്കറിയാമല്ലോ, മിസൈലുകളെ തകർക്കുന്ന മിസൈലുകൾ. അത് തന്നെയാണ് ഈ അസ്ത്രവിദ്യയിലൂടെ നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സദൃശമായ പ്രയോഗം. നാം ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ വെച്ച് ചെയ്യുന്നു. അത് അന്നത്തെ സാങ്കേതിക വിദ്യ, മന്ത്രസിദ്ധിയാണ് അതിനുള്ളതായ അന്നത്തെ ഉപകരണം. അത് വച്ചിട്ട് അന്ന് ചെയ്യുന്നു. ഇങ്ങനെ പ്രയോഗിക്കുന്ന അസ്ത്രം ലക്ഷ്യത്തിൽ ചെന്നെന്ന് വരാം, ചെന്നില്ലെന്ന് വരാം, കാര്യം സാധിച്ചു എന്ന് വരാം, കാര്യം സാധിച്ചില്ലെന്ന് വരാം. എന്തായാലും അത് തിരിച്ച് പ്രയോഗിച്ച ആളിന്റെ കയ്യിലേക്ക് മടങ്ങി വരില്ല. സകല അസ്ത്രങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ സകല ആയുധങ്ങളുടെയും ആ സാധാരണ രീതിയെ അതിശയിക്കുമാറ് ഈ ആയുധം മടങ്ങി ലക്ഷ്യം നേടിയിട്ട് അതിനെ തടഞ്ഞിടാൻ ആർക്കും പറ്റുന്നില്ല. അതിന്റെ ലക്ഷ്യം മാറ്റിക്കളയാനും പറ്റുന്നില്ല. ലക്ഷ്യം നേടിയിട്ട് അത് മടങ്ങി വരുന്നു. ഭഗവാന്റെ കയ്യിൽ നിന്ന് പ്രയോഗിക്കുന്ന ആയുധം മാത്രമാണ് ഭഗവാനിലേക്ക് മടങ്ങി വരിക. അതാണ് രാമന്റെ ബാണം. രാമൻ വില്ലിൽ നിന്ന് തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ലക്ഷ്യം നേടിയിട്ട് അത് തിരിച്ചു വന്ന് ആവനാഴിയിലിരിക്കുമെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ സർവവും ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്നു. അത് ആയുധമാകട്ടെ, ജീവജാലങ്ങളാകട്ടെ, അതേപോലെ ഈ ലോകം മുഴുവൻ നിറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഗോളങ്ങളാകട്ടെ, എല്ലാം അതിന്റെ യാത്ര ആരംഭിക്കുന്നത് ഭഗവാനിൽ നിന്നിട്ടാണ്. ഭഗവാനിൽ നിന്നിട്ട് യാത്ര ആരംഭിക്കുന്ന സർവവസ്തുക്കളും അതതിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അതതിന് നൽകപ്പെട്ടിരിക്കുന്നതായ കർമ്മ ബാധ്യതകളെ നിർവഹിച്ച് അതതിന് അനുവദനീയമായിരിക്കുന്ന ആ സമയം മുഴുവൻ വേണ്ടുന്നതൊക്കെ ചെയ്തിട്ട് അത് തിരിച്ചെവിടെയാ പോവാ? നമ്മളുടെ കണ്ണിൽ അതെങ്ങോ മറയുന്നു. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ എങ്ങോ മറയുന്നു. എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്ന് സാധാരണ എല്ലാവർക്കും അറിയാൻ കഴിയില്ല. അതേപോലെ തന്നെ ഗോളങ്ങൾ പോലും അണഞ്ഞു പോകുന്നു. ഈ ഗോളങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു, ഈ നക്ഷത്രങ്ങളൊക്കെ അണഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു, ഇതൊന്നും അറിയില്ല. ഇതെല്ലാം വരുന്നത് പരമാത്മാവിൽ നിന്ന്. ഈ കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് ചേരുന്നതും പരമാത്മാവിലാണ്. പരമാത്മാവിൽ നിന്ന് പുറപ്പെടുന്നത് തിരിച്ച് പരമാത്മാവിൽ ചെന്നേ നിൽക്കൂ. സമുദ്രത്തിൽ നിന്ന് പുറപ്പെടുന്നതായ തിരമാലകൾ തിരിച്ച് സമുദ്രത്തിൽ തന്നെ ചെന്ന് ചേരുന്നത് പോലെ പരമാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന സർവവും അവിടെ തന്നെ ചെന്ന് ചേരും. ഈ ചക്രായുധം ഭഗവാന്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ടിട്ട് മനുഷ്യരൂപിയായി നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ടിട്ട് തിരിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ വരുന്നു. അത്
കൃഷ്ണൻ സാധാരണ മനുഷ്യനല്ല, മായാമാനുഷനാണ് എന്ന് ഈ കഥാവർണ്ണനത്തിലൂടെ വ്യാസൻ കാട്ടിത്തരുന്നു. അതാണ് ഈ ചക്രം കൃഷ്ണന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അഗ്നി ഭഗവാൻ പറഞ്ഞത്. ഈ ചക്രത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് എറിഞ്ഞു കഴിഞ്ഞാൽ കാര്യം നേടിയിട്ട് തിരിച്ച് അങ്ങയുടെ കയ്യിലേക്ക് തന്നെ വരും. എന്തുകൊണ്ടെന്നാൽ അത് സുദർശനമാണ്. മുന്നിൽ നിൽക്കുന്ന കൃഷ്ണൻ ആരാണ് എന്ന് അഗ്നി ഭഗവാൻ അറിയാം. ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം നാരായണനാണ് എന്ന്. നരനാരായണന്മാരാണ് അർജുനനും കൃഷ്ണനും. അവരെ സമാശ്രയിക്കുക, എങ്കിൽ ഖണ്ഡവദാഹം നടക്കും എന്ന്. നാരായണനാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. ആ നാരായണന്റെ സുദർശനം, ലോകത്തെ രക്ഷിക്കുക എന്നുള്ള ചുമതലയോട് കൂടിയവനായ വിഷ്ണു ഭഗവാന്റെ സുദർശനം, അതിന്റെ സ്വഭാവം തിരിച്ച് വിഷ്ണുവിന്റെ കയ്യിൽ തന്നെ മടങ്ങി വരിക എന്നുള്ളതാണ്. ആ സുദർശനത്തെ കൃഷ്ണന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കാരണം കൃഷ്ണൻ വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ കയ്യിൽ മാത്രമേ അത് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അത് തിരിച്ച് കൃഷ്ണന്റെ അടുത്തേക്ക് തന്നെ വരും. ഈ യുദ്ധവർണ്ണനയിൽ കൂടി ഇങ്ങനെ അനേകം വേദാന്ത രഹസ്യങ്ങളാണ്, ഭഗവത്ഗീതാ രഹസ്യങ്ങളാണ് വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ചക്രം വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് അത്ഭുതത്തോടു കൂടിയിട്ട് കാണാം. അവിടെ വന്നുകൂടിയ അണിയിട്ട് കൃഷ്ണാർജുനന്മാരെ ആക്രമിച്ച ആ ദൈത്യദാനവാദികളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും കൃഷ്ണനെ അല്ലെങ്കിൽ അർജുനനെ അതിശയിക്കാൻ സാധിച്ചില്ല. അവരെക്കാളും വലിയ പരാക്രമം കാണിക്കാൻ സാധിച്ചില്ല. അവരെ തോൽപ്പിക്കാനും സാധിച്ചില്ല. അവരുടെ മുന്നിൽ നിന്നിട്ട് സ്വയം രക്ഷിക്കാനും അവർക്ക് സാധിച്ചില്ല. ഇങ്ങനെ അവരെല്ലാവരും പരാജയപ്പെട്ടു. ദേവന്മാർക്കും പരാജയം. ദേവന്മാർക്കും കൃഷ്ണാർജുനന്മാരോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ വലുതായ വിനാശമുണ്ടാകും എന്ന് കണ്ടിട്ട് ദേവന്മാരെന്ത് ചെയ്തു? തഥാഭൂവൻ പരാങ്മുഖാഹ, അവർ യുദ്ധത്തിൽ നിന്നിട്ട് പിന്തിരിയാൻ തുടങ്ങി. മുന്നോട്ട് പാഞ്ഞു കയറിയ ആളുകൾ നിവൃത്തിയില്ല എന്ന് ബോധ്യമായപ്പോഴേക്കും അമ്പുകൾ കൊണ്ട് മൂടപ്പെടുന്നു. ചക്രായുധം തങ്ങളെ തേടി വരും എന്നൊക്കെ ആയിക്കഴിഞ്ഞപ്പോ അവര് യുദ്ധത്തിൽ നിന്നിട്ട് ഉത്സാഹം തീരെ ശമിച്ച് അവർ പുറകോട്ട് നീങ്ങാനുള്ള തുടക്കമായി. ഇങ്ങനെ ദേവന്മാര് പുറകോട്ട് നീങ്ങുമ്പോ നിവൃത്തേഷ്വഥ ദേവേഷു, ദേവന്മാര് ഉത്സാഹം കേട്ട് തന്റെ ഇടം നശിച്ച് കൃഷ്ണാർജുനന്മാരോട് തോൽവി മനസ്സുകൊണ്ട് സമ്മതിച്ച് പ്രവൃത്തിയിലൂടെ പ്രകടമാക്കി പിന്നോട്ട് നീങ്ങുന്നതിലൂടെ, പിന്തിരിഞ്ഞോടുന്നതിലൂടെ കൃഷ്ണാർജുനന്മാരോട് തങ്ങൾ തോറ്റുകഴിഞ്ഞു എന്നവർ പ്രഖ്യാപിക്കുന്നു. ആ പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അവർ പിന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു അശരീരി മുഴങ്ങിക്കേട്ടു. ആരാണ് പറയുന്നതെന്ന് കാണാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അശരീരി എന്ന വാക്ക്. ശരീരം കാണുന്നില്ല, ശബ്ദം മാത്രം കേൾക്കുന്നു. വാഗ്വാച ശരീരിണി, അന്തരീക്ഷത്തിൽ നിന്നിട്ട് വ്യക്തിയെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളതായൊരു വാക്ക് പുറപ്പെട്ടു വന്നു. ഈ ദേവന്മാരുടെ എല്ലാം കാതുകളിൽ അലച്ചു. എങ്ങനെ? മഹാഗംഭീര നിസ്വന, ആരെയും ആകർഷിക്കുന്ന, ആരുടെ മനസ്സിലും ഭയത്തെ ഉളവാക്കുന്ന, ഗാംഭീര്യം തുളുമ്പുന്ന ശബ്ദത്തോടു കൂടിയതായിട്ട്. ആ അശരീരിയെ എതിർത്ത് സംസാരിക്കാനുള്ള തന്റെ ഇടം ആർക്കും ഉണ്ടാവില്ല. ആ പ്രകാരത്തിലുള്ള ഘോഷത്തോടു കൂടിയതായിട്ട് ഒരു ശബ്ദം കേട്ടു. എല്ലാവരും അത് ശ്രദ്ധിച്ചു. ഇന്ദ്രൻ വിശേഷിച്ചും. ഇന്ദ്രനോട് ആ അശരീരി പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, അങ്ങ് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. തക്ഷകനെ കുറിച്ച് ചിന്തിച്ചിട്ടാണല്ലോ പരിഭ്രമം. നത്തേ സഖ സന്നിഹിത തക്ഷകോ ഭുജഗോത്തമ. പാമ്പുകളുടെ കൂട്ടത്തിൽ രാജാവായിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങയുടെ കൂട്ടുകാരൻ തക്ഷകൻ, അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവൻ ഇവിടെ ഇല്ല. ഈ ഖാണ്ഡവം ദഹിക്കുന്നതിന് മുമ്പ് തന്നെ കുരുക്ഷേത്രം ഗതോഹ്യസൗ, അവൻ കുരുക്ഷേത്രത്തിലേക്ക്
പോയി കഴിഞ്ഞിരുന്നു. ഖാണ്ഡവത്തിന് ഇങ്ങനെ വിപത്ത് വരുന്നൊന്നും അറിഞ്ഞിട്ടല്ല. അവന്റെ ഭാഗ്യം കൊണ്ട് അവനെന്തോ കാരണവശാൽ അങ്ങോട്ട് പോകണം തോന്നി അവൻ അങ്ങോട്ട് പോയി. അതുകൊണ്ട് അങ്ങ് വെറുതെ കൃഷ്ണാർജുനന്മാരോട് യുദ്ധം ചെയ്ത് മെനക്കെടേണ്ട കാര്യമില്ല. ഇതുവരെ ചെയ്ത അങ്ങയുടെ പരിശ്രമങ്ങളെല്ലാം വിഫലമായല്ലോ. അങ്ങയുടെ ആയുധങ്ങളും അങ്ങയുടെ യുദ്ധതന്ത്രവും അങ്ങയുടെ വേഗതയും എല്ലാം അവരുടെ മുന്നിൽ, ആ രണ്ടുപേരുടെ മുന്നിൽ തകർന്നുപോയല്ലോ. അങ്ങയോടൊപ്പം ദേവന്മാർ മൊത്തം ഉണ്ടായിരുന്നല്ലോ, 33 കോടി. അവരോടൊപ്പം നിന്ന് അവരുടെ നേതാവായിട്ടാണല്ലോ അങ്ങ് ആ 2 മനുഷ്യരോട് യുദ്ധം ചെയ്തത്. എന്നിട്ടും പരാജയപ്പെട്ടല്ലോ. ഇനിയും യുദ്ധം ചെയ്യേണ്ട ആവശ്യവുമില്ല. തക്ഷകൻ അവിടെ ഇല്ല. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഏറെ നാണക്കേടുണ്ടാകും. ഇപ്പൊ തന്നെ ഇത് ലജ്ജാകരമായി പോയിരിക്കുന്നു.